പ്രൈസോ ഈ മഹനീയമായ ദിവസത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് അവറുകൾ, മറ്റു വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, എന്റെ പ്രിയ സ്നേഹിതൻ സാം കുഴിക്കാല, മാനവചന്ദ്രിയാൻസിയും എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ആരാധന ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ മനോഹരമായ പാട്ടുകൾ പാടിയ ഇമ്മാനുവേൽ ഹെൻറിയെ പെന്തക്കോസ്ത് ലോകത്ത് ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് ഞാൻ. മന്ന എന്ന പ്രസിദ്ധീകരണത്തിൽ ഹെൻറിയെ കുറിച്ച് ഞാൻ എഴുതിയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ പലരും എന്നോട് ചോദിച്ചത്, ഈ റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്നവരെ നമ്മൾ എന്തിനാണ് നമ്മുടെ പത്രമാസികകളിൽ എഴുതുന്നത്? ഞാൻ എഴുതിയത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉണ്ടായത്. അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഇമ്മാനുവേലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ ജീവിതം ഞാൻ യേശുവിന് വേണ്ടി പാടുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ ഗ്ലാമറസ് പീരീഡാണ്, മേഖലയാണ് ഈ ഇവർ പാടുന്ന മേഖലകൾ. പക്ഷെ അതെല്ലാം വിട്ടിട്ട് കർത്താവിനെ പാടുന്ന ഒരു തലമുറ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട ഇമ്മാനുവേലിനെ പോലുള്ളവർ പാടുന്നത് വളരെ അനുഗ്രഹീതമാണ്. സാം കുഴിക്കാലെ പോലുള്ള അനുഗ്രഹീതരായ ഗായകന്മാർ പാടി, പെന്തക്കോസ്തിന്റെ പാട്ടുകൾ പാടി നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന് ശക്തമായ ഉണർവുകൾ നൽകിയ കാലത്ത് ഞാൻ ഓർക്കുകയാണ്. ഉപ്പനാട് കൺവെൻഷൻ വേദികളിൽ പരിശുദ്ധാത്മാ നിറവിൽ സാം കുഴിക്കാലം നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ ആഹ്വാനം ചെയ്യുന്നു, വീണ്ടും ശക്തമായൊരു മടങ്ങിവരവ് ഈ ഗാന മേഖലയിൽ ഉണ്ടാകണമെന്ന് ഒരു സ്നേഹം എന്ന നില ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ദൈവം അതെല്ലാം സഫലമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഗൾഫിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നുവെന്നാണ് പലരും ചിന്തിക്കുന്നത്. കാരണം എല്ലാ ലക്കം മന്ന മാസികയിൽ എന്റെ ലേഖനങ്ങൾ വരാറുണ്ട്, തോമസ് തോമയ്ക്കിൽ നിന്ന്. ഞാൻ പക്ഷേ വല്ലപ്പോഴും എനിക്ക് ഇവിടെ വന്നു പോകുന്ന ഒരാളാണ്. കേരളത്തിലാണ് ആണെങ്കിൽ പോലും സിക്കിം സ്റ്റേറ്റിൽ കർത്താവിന്റെ വേല കഴിഞ്ഞ 2 വർഷമായി ഒരു പുതിയ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സിക്കിം സ്റ്റേറ്റിന്റെ ചുമതല അവിടെ വഹിച്ചു പോയി. ഒരുപക്ഷെ നിങ്ങൾ പലരും ആ സ്റ്റേറ്റിനെ കുറിച്ച് അധികമായുള്ള അറിവ് നിങ്ങൾക്ക് ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നോർത്ത് ഇന്ത്യയെ കുറിച്ച് പലർക്കും അറിയാം, എന്നാൽ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് മലയാളികൾ അത്രമാത്രം അവബോധം ഉള്ളവരല്ല. പ്രത്യേകിച്ചും സിക്കിം സ്റ്റേറ്റ് ഈ അടുത്ത സമയങ്ങളിൽ ഭൂകമ്പത്തിന്റെ ഭീകരത നേരിട്ട നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് സിക്കിം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് എന്റെ മിഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചെറിയൊരു സംസ്ഥാനമാണ്. 25 ലക്ഷം ജനസംഖ്യയുള്ളൂ, 4 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ. പർവ്വത സംസ്ഥാനമാണ്. ഹിമാലയൻ പർവ്വത മേഖലയിലുള്ള സംസ്ഥാനമാണ്. ബുദ്ധിസ്റ്റുകളും ഹിന്ദുക്കളുമായിട്ടുള്ള ആളുകളാണ് അവിടുത്തെ ജനവിഭാഗങ്ങൾ. ക്രിസ്തീയ സഭകൾ എന്ന് പറയുന്നത് കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് അതുള്ള സഭകൾ മാത്രമേ അവിടെ ഉള്ളൂ. പെന്തക്കോസ്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിരലിൽ എണ്ണാവുന്ന പ്രവർത്തനങ്ങൾ മാത്രമുള്ള ഒരു സ്റ്റേറ്റാണ് സിക്കിം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ തലസ്ഥാനമായിരിക്കുന്ന ഗാംഗ്ടോക്കിൽ 10-60-70ഓളം ഒന്നിച്ച് കൂടി ആരാധിക്കുന്ന ഒരു ആരാധന മലയാള സഭയല്ല, നേപ്പാളി ഭാഷയിൽ അല്ലെങ്കിൽ സിക്കിം ഭാഷയിൽ ആരാധിക്കുന്ന ഒരു സഭ അവിടെയുണ്ട്. അതിനടുത്ത പട്ടണത്തിൽ തന്നെ മറ്റൊരു സഭയുണ്ട്. ചില മിഷണറിമാർ
നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു പോരുന്നു. ഭൂപ്രകൃതി കൊണ്ട് വളരെ വ്യത്യസ്തമാണ്. 5000, 6000, 7000, 8000 അടി ഉയരമുള്ള പർവ്വത മേഖലയാണ്. നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് അവിടെ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുവാൻ കഴിയത്തില്ല. ഒരു ഗ്രാമത്തിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ പർവ്വതം ചുറ്റി പർവ്വതങ്ങൾ കയറി ചെന്നാൽ മാത്രമേ ഗ്രാമത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ. ഭാഷ വ്യത്യസ്തമാണ്. ഏകദേശം പ്രാദേശിക ഭാഷകൾ 9 ഭാഷകൾ വരെ അവിടെ ഉണ്ട്. കൊടും തണുപ്പാണ്, പെരും മഴയാണ് അവിടുത്തെ കാലാവസ്ഥ. ഞാൻ കൂടെ സഞ്ചരിച്ച് അവിടെ ചെന്ന് അവിടെ വിസിറ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ്. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സിക്കിമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നേപ്പാളിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ഞാൻ ഉടനെ എന്റെ സഹോദരന്മാരെ വിളിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും സുരക്ഷിതമായിരിക്കുന്നു, ദൈവം ഞങ്ങളെ സൂക്ഷിക്കുന്നു. തീപ്പെട്ടിക്കൂടുകൾ അടുക്കി വെച്ചതുപോലെ, മാച്ച് ബോക്സ് അടുക്കി വെച്ചതുള്ള വീടുകളാണ് ഒന്നിനു മേൽ പണിതിരിക്കുന്നത്. ഒരു ചെറിയ കുലുക്കം നേപ്പാളിൽ ഉണ്ടായതുപോലെ ചെറിയ കുലുക്കം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സിക്കിം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് തന്നെ ഉണ്ടാകില്ല. അത്രമാത്രം ദുരന്തം സംഭവിക്കാവുന്നൊരു മേഖലയാണ്. ഇന്ന് രാത്രികാലം ദൈവസഭയോട് എനിക്ക് പറയുവാനുള്ളത്, ആ മേഖലയെ ഓർത്ത് പ്രാർത്ഥിക്കുക, സിക്കിമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു വചനം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. 21-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം, അതിന്റെ 36-ാമത്തെ വാക്യം. ആകയാൽ സംഭവിക്കാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. കർത്താവ് ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. അതിന്റെ മുന്നിലത്തെ ഭാഗത്ത് ചില കാര്യങ്ങൾ, ചില സൂചനകൾ, ചില മുന്നറിയിപ്പുകൾ തന്നതിന് ശേഷം കർത്താവ് പറയുകയാണ്, അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുവാനും. എന്താണ്? മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, ദൈവമക്കളെ, നമ്മളെല്ലാവരും യേശു കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ പോകുന്നൊരു കാലം അതിസമീപം തന്നെയുണ്ട്. എല്ലാവരും നിൽക്കേണ്ടി വരും. ചെറിയവരും വലിയവരും, സമ്പന്നനും ദരിദ്രനും. അവർ ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തതിന് പ്രാപിക്കുവാൻ തക്കവണ്ണം മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിൽക്കുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ, നമുക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ, അതിന്റെ മുമ്പിൽ നമ്മൾ വിറയ്ക്കാതെ മുട്ടുകൾ ആടിപ്പോകാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥനാദികൾ നമുക്ക് ആവശ്യമാണ്. എല്ലാത്തിനെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാലത്തും പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങുക. എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോക ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ ഈ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, മനുഷ്യജാതി ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോക ചരിത്രത്തിൽ ഇതുവരെ കുറിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ സംഭവം ലോകത്ത് നടക്കാൻ പോവുകയാണ്. അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പേരെ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്? ദൈവത്തെ സ്തുതിക്കാം. ഈ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ധാരാളം കേട്ട് ഒരു കാര്യം കൂടുതൽ കേട്ട് അല്ലെങ്കിൽ കൂടുതൽ പറയുന്നതിന് ക്ലീഷേ എന്ന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ക്ലീഷേ, കേട്ട് മടുത്തു പോകുന്ന വാക്ക്. വെറും ക്ലീഷേ ആകരുത്. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. എങ്ങനെ ഒരുങ്ങുക?
പ്രാർത്ഥനയിൽ ഒരുങ്ങുക, വിശുദ്ധിയിൽ ഒരുങ്ങുക. വിശുദ്ധിയിൽ ജീവിക്കുന്നൊക്കെ മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ കഴിയത്തുള്ളൂ. ഒരു അശുദ്ധിന് അവിടെ കടക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതം, നിരന്തരമായ ഒരു പ്രാർത്ഥന, ജാഗ്രതയോടെ ലോക സംഭവങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മണ്ട് കളിച്ചിരിക്കാതെ, മണ്ടൻ കളിച്ചിരിക്കാതെ, ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നീ ജീവിക്കേണ്ടവന്റെ ഓരോ സംഭവങ്ങളും നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ആസന്നതയാണ്. ഒരിക്കൽ കൂടി ഞാൻ വാക്യം വായിക്കുന്നു, എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും. അതിന് മുമ്പത്തെ വാക്യം വായിച്ചു നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുള്ളൂ. നിങ്ങളുടെ ഹൃദയം ഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ, കണിയല്ല കെണിയാണ്, കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും.